ഈ സ്റ്റെപ്പ് കളിച്ചിട്ട് ഇവിടുന്ന് പോവില്ല കേട്ടോ. ഞങ്ങൾ അങ്കമാലിന്ന് ഇവിടെ വരെ വരാനിറങ്ങി ഞങ്ങള് ആടെ കൊണ്ട് പോവാൻ. എന്നാ നമുക്ക് കാണണം അല്ലേ പറഞ്ഞേ? ഈ ഡാൻസ് കളിക്കേണ്ടതല്ലേ പറഞ്ഞേ? ഈ ഡാൻസ് കളിച്ചിട്ട് നീ ഇവിടുന്ന് പോവില്ല കേട്ടോ. കുപ്പി വെക്കി. ഹലോ മച്ചന്മാരെ, അളിയന്മാരെ, അപ്പൊ അളിയന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്നൊരു സെലിബ്രിറ്റിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ആരാ സെലിബ്രിറ്റി എന്ന് പറയണ്ടേ? വീഡിയോ ഉണ്ടോക്ക്. ഹലോ, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, സ്ഥിരമായിട്ട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അതെയോ? അർജന്റ് ഉണ്ടോ? വല്ല അർജന്റ്? ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡാൻസ് കളിക്കും. ഒന്നുമില്ല, ഞങ്ങൾക്ക് ഡാൻസ് ഒന്ന് കാണാൻ വേണ്ടിട്ടാ ചേട്ടാ. അതല്ല കാരണം പുള്ളി പറഞ്ഞില്ല, കാരണം ഡാൻസ് ഇപ്പൊ പുള്ളി കോമാളിയാക്കുന്ന പരിപാടിയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഡാൻസ് ആണ് നിർത്തി വെച്ചേക്കാം. അത്യാവശ്യം പ്രോഗ്രാം ഞങ്ങൾക്ക് വേണ്ടി ഡാൻസ് കളിക്കും. അല്ല ചേട്ടാ, അത് നിങ്ങൾ കോമാളിത്തരം കാണിക്കുന്നത്. പുള്ളിക്ക് ഇപ്പൊ റീച്ച് ആയിക്കണ എന്നറിയോ? ഇപ്പൊ റീച്ച് ആയിക്കണെന്ന് പറഞ്ഞാൽ പുള്ളി ഈ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും പോലും ഡാൻസ് കളിക്കണ്ടോ? ഡാൻസ് കളിച്ച എന്താ പ്രശ്നം? എല്ലാവരും പോലും ഡാൻസ് കളിക്കണ്ടോ? നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തു, അത് ഓക്കെ, സന്തോഷമുണ്ട്. ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ വേറെ, ഇത് വേറെ. കാരണം എന്താ പറയാ, പുള്ളിനെ പയർ തെറിയാന്ന് ഈ ഡാൻസ് ഇതൊക്കെ കളിക്കുമ്പോ. കാരണം വെച്ചാൽ ഇപ്പൊ അതല്ല, ഇന്റർവ്യൂ വേറെ, ഇത് വേറെ. നിങ്ങൾ ഇന്റർവ്യൂ കണക്കാക്കണ്ട, ഇത് വേറെ. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡാൻസ് കളിക്കും. അല്ല, ഒരു ഡാൻസ് കളിക്കും. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡാൻസ് ഡാൻസ് കളിക്കുന്നത് അത് ശരിയാവുന്ന കളിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് കളിച്ചിട്ടേ നമ്മള് വിടുള്ളൂ. അതെ, പുള്ളിക്കാരെ എല്ലാവരും കളിക്കുന്ന ആളല്ലേ. എനിക്കെന്ത് ഇത്ര നിർബന്ധം? നിങ്ങൾ കളിച്ചിട്ടേ ഇവിടുന്ന് കളിക്കൂ. നിങ്ങൾ ഏത് തിയേറ്ററിൽ പോയാലും പുള്ളി ഡാൻസ് കളിച്ചുകൊണ്ടാണ് വൈറലായത്. പക്ഷെ ഇപ്പൊ പുള്ളി ചെയ്യുന്നില്ല. അത് തന്നെ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളെ സത്യം പറഞ്ഞ കളിയാക്കണമെന്ന് തോന്നുന്നത്. കാരണം കളിയാക്കണ രീതിയില്ല. കാരണം പുള്ളി സോഷ്യൽ മീഡിയ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിൽച്ചേട്ടാ അല്ലേ. ഒരു ഡാൻസ് കളിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അന്നൊരു ഡാൻസ് കളിക്കും. ഞങ്ങൾക്ക് ഡാൻസ് കളിക്കും. അങ്ങനെയൊന്നുമില്ല, പുള്ളി ഡാൻസ് കളിക്കുന്ന ആളാണല്ലോ. പുതിയ പുള്ളി ഡാൻസ് കളിക്കുന്ന ആളാ. പാട്ടല്ല, നിങ്ങൾ പാട്ട് പാടി കളിക്കൂ. നോക്കട്ടെ, ആള് പുള്ളി പാട്ട് പാടി കളിക്കുന്ന ആളാ. അപ്പൊ പുള്ളി പാട്ട് പാടി തന്നെ കളിക്കും. പുതിയൊരു ഡാൻസ് കളിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ആള് കളിക്കട്ടെ, ആള് കളിക്കട്ടെ. സിനിമ അടിപൊളിയാണ്, പെർഫോമൻസ് അടിപൊളി അടിപൊളിയാണ്. അല്ല, ഈ ഡാൻസ് അല്ല, നിങ്ങൾ എവിടെ പോയാലും ഈ ഡാൻസാ കളിക്കുന്നുള്ളൂ. നിങ്ങൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് ചെയ്യും. അത് വേണ്ട, ഞങ്ങക്ക് വേണ്ട. നിങ്ങള് പുതിയൊരു സ്റ്റെപ്പ് ചെയ്തിട്ട് കാണിക്കും. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നല്ലോ. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നല്ലോ. ഞങ്ങൾക്ക് അത് വേണ്ടി ചെയ്യും. ഒന്നാം കൊമ്പിൽ ഓടി എത്തിയ പാട്ട് ചെയ്യോ ഞങ്ങൾക്ക് വേണ്ടിട്ട്? കളിക്കോ? ചേച്ചി വേണി നിന്നോളൂ. താല്പര്യം ഉണ്ട്, നിന്നോളൂ. താല്പര്യം ഉണ്ടോ? തിരിഞ്ഞ് തിരിഞ്ഞ് പാട്ടറിയില്ലേ? എന്താ അറിയാത്ത? നിങ്ങൾ ഈ ഡാൻസിനെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡാൻസ് അല്ല വേണ്ടത്. നിങ്ങളുടെ വെറൈറ്റി ഡാൻസ് കളിക്കും. വെറൈറ്റി ഡാൻസ് അറിയാമെങ്കിൽ നിങ്ങൾ എനർജി ആയിട്ട് കളിക്കും. നിങ്ങൾ എന്ത് കോമാളിത്തരം കാണിക്കണം? എവിടെ ചെന്നാലും കോമാളിത്തരം കാണിക്കണം. ഈ ഡാൻസ് അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ കളിക്കും. നിങ്ങൾ 4 പേര് അറിയണ്ടേ? അത് നിങ്ങൾ ഉടക്കാൻ തന്നെയാണ് തീരുമാനം. നമുക്ക് പുള്ളിയുടെ തുടക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല, പുള്ളി എവിടെ പോയാലും ഈ ഡാൻസ് ആണ് കളിക്കുന്നത്. ഈ ഡാൻസ് വേണ്ട. ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ കാണിച്ച ഡാൻസ് ഇനി കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. കളിച്ചോളൂ. ഞങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഡാൻസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. നമ്മള് സ്ഥിരം പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ചെയ്യും. ഇപ്പൊ സിനിമക്കാർക്ക് വേണ്ടി സ്ഥിരം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടാണ് പാട്ട്, അതിന്റെ സ്റ്റെപ്പ് കുട്ടിക്കൂറുമ്പൻ കരിയല കെട്ടിമറിയും നാട് പൊട്ടിവീറിയ പൂങ്കുല തിര പൂന്തിര
കൈയടിക്കാൻ എന്തിനാ നിങ്ങൾ കൈയടിക്കുന്നത്? എന്തിനാ ഡാൻസ് ഈ കളിക്കുന്ന കോമാളി ഡാൻസ് കണ്ടിട്ടാണോ നിങ്ങൾ കൈയടിക്കുന്നത്? അല്ല, നിങ്ങൾ ഈ കോമാളി ഡാൻസ് കണ്ടിട്ടാണോ കൈയടിക്കുന്നത്? ഇങ്ങനെ കിട്ടല്ലോ, എന്ത് ഇങ്ങനെ ഇട്ടോ ഡാൻസ് ആണോ? പുള്ളി ഇങ്ങനെ കിട്ടല്ലോ. ഇതിടുന്ന ഡാൻസ് ആണോ? അതില്ലടാ, ആ സാധനം അത് പുള്ളി കളിക്കട്ടെ, പുള്ളി കളിക്കട്ടെ. എനർജറ്റിക് ആയിട്ടുള്ള സാധനം. നിങ്ങൾ എനർജറ്റിക് ആയി കളിക്കും. ഒന്നുകൂടെ കാണിച്ചു, ആ സാധനം തന്നെ കളിച്ച് സ്പീഡ് കൂട്ടി കളിക്കും. അത് ഓരോ ഉദ്ദേശം എനർജി സ്പീഡ് കൂട്ടി കളിക്കേ, അതില് എനർജി ആയിട്ട് കളിക്കാം. നീ ഇപ്പൊ സാധനം ചെയ്തില്ലേ, വെച്ചിരുന്ന എനർജി ആയിട്ട് കേട്ടോ. ഇവിടെ ചേച്ചിയായിട്ട് കളിക്കണ്ട, ഒറ്റ കളിച്ചോ. കളിച്ചോ കളിച്ചോളൂ, നിങ്ങൾ കളിച്ചോളൂ, കളിച്ചോളൂ. നീ എവിടെ പോയാലും ഈ ഡാൻസ് കളിക്കുള്ളൂ. ഈ ഡാൻസ് അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെറൈറ്റി ആയിട്ട് ഡാൻസ് കളിക്കാൻ അറിയില്ലേ? എന്തെങ്കിലും കളിച്ചാ ആറാട്ടന്റെ കൂടെ ഒക്കെ മുമ്പ് കളിക്കാറുണ്ടല്ലോ. ഈ സ്റ്റെപ്പ് വേണ്ട, ഞങ്ങക്ക് വേണ്ടിട്ട് വെറൈറ്റി സ്റ്റെപ്പ് കളിക്കും. ഇല്ല, ഇവിടുന്ന് അങ്ങനെ കളിച്ചിട്ടേ പോവുള്ളൂ. ഇവിടുന്ന് അല്ല, ഈ സ്റ്റെപ്പ് വേണ്ട ഞങ്ങൾക്ക്, ഈ സ്റ്റെപ്പ് വേണ്ട. ഈ സ്റ്റെപ്പ് കളിച്ചിട്ട് ഇവിടുന്ന് പോവില്ല കേട്ടോ. എന്ത് പരിപാടിയാണ് ഈ സ്റ്റെപ്പ് കളിച്ചിട്ട് പുള്ളി ഇവിടുന്ന് പോവില്ല. അതല്ല, പുള്ളി എല്ലായിടത്തും ഈ കോമാളി തരാണ് കളിക്കുന്നത്. നമ്മൾ ഈ കോമാളി വിട്ടിട്ട് നമ്മൾ ഞങ്ങൾ അങ്കമാലിയിൽ ഇവിടെ വരെ വരാനിറങ്ങി, ഞങ്ങള് ആളെയും കൊണ്ട് പോവാൻ. എന്നാ നമുക്കത് കാണണം, എന്നാ നമുക്കൊന്ന് കാണണം. അങ്ങനെ പോകുന്നുണ്ടോ? പോവോ? നിനക്ക് ഞാൻ അങ്ങനെ പോകുന്നുണ്ടോ? അതെ, ഇങ്ങോട്ട് നോക്ക്, അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ ഈ സ്റ്റെപ്പ് കൊടുത്ത് മാറ്റി കളിക്കാണ്ട് മര്യാദക്ക് കളിച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ ഈ സ്റ്റെപ്പ് ഇയാൾ ഈ സ്റ്റെപ്പ് കൊടുത്ത് മാറ്റി കളിക്കാണ്ട് ഇവിടുന്ന് പോവില്ല. ഇതിലും വലിയ അഭ്യാസം ആ ഡാൻസ് പോരാ ഇവിടെ, ഞങ്ങൾക്ക് ആ ഡാൻസ് പോരാ. പേടിയുണ്ടാ? അതെ, ഡാൻസ് കളിക്കാൻ തയ്യാറല്ലേ? ചേച്ചി ഒന്ന് മാറും. ഈ ഡാൻസ് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഈ ഡാൻസ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അതായിക്കോട്ടെ, ഈ ഡാൻസ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടെ ഞങ്ങൾക്ക് എനർജറ്റിക് ആയിട്ട് ഡാൻസ് കളിച്ചിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഇയാളെ എനർജിക് ആയിട്ട് നമുക്ക് ഇവന് ഡാൻസ് കളിച്ചല്ലോ, ഓൺ ആക്കിട്ട് നമ്മൾ അല്ലെന്നേ ഇവൻ കളിച്ചല്ലോ, പിന്നെ ഇയാളെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കോമാളി ഡാൻസ് ഞങ്ങൾക്ക് ആവശ്യമില്ല. നീ എന്ത് ഡാൻസ്? ഈ കോമാളി ഡാൻസ് ഉദ്ദേശിക്കുന്നത്? ഡാൻസ് അല്ല, ആള് ഡിസ്കോ ഡാൻസ് കളിക്കട്ടെ. നീ ഒന്നുകൂടെ കളിക്കണം, ഒന്നുകൂടെ കളിക്കും. അത് ആ ഡാൻസ് കൂടെ വേണ്ട. ഏത് സ്റ്റേജ് ഷോയിൽ പോയാലും നിങ്ങൾ ആ ഡാൻസ് അല്ലേ കളിക്കുന്നത്? ഡാൻസ് കളിക്കാൻ ഞാൻ മറ്റേതാണ് ജാക്കി ചാനൊന്നും അല്ലല്ലോ. അല്ല, ഒന്നുകൂടെ കളിക്കാം. എന്താ പറഞ്ഞേ? ജാക്കി ചാനോ? ഡാൻസ് മാസ്റ്റർ ഒന്നും അല്ലല്ലോ. ഏയ്, ഡിസ്കോ ഡാൻസ് കളിക്കാണ്ട് ഇവിടുന്ന് വിടില്ല. അവരുടെ ആഗ്രഹം അതാണെങ്കിൽ ഓക്കെയാണോ? ആയിക്കോട്ടെ, എന്നാ ഒന്ന് കളിക്കണം. ഞങ്ങളോട് ഒന്നുകൂടെ കളിക്കും. ഇനി കളിച്ചിട്ട് ഉണ്ടാക്കാൻ വേണോ? ജാക്കി ചാനെ പോലെ കളിക്കും, കാണട്ടെ. അല്ല, അവൻ ജാക്കി ചാനെ പോലെ കളിക്കാന്നാ പറഞ്ഞ. പാട്ട് പറഞ്ഞോ? പാട്ട് പറഞ്ഞോ? അതാണ് ഞാൻ ഒരു പാട്ട് ഞാൻ പാടിക്കോ. കളിക്കടാ. നിന്റെ അടുത്ത് ഈ ഡാൻസ് കളിക്കണ്ടെന്നല്ലേ പറഞ്ഞേ? നിന്റെ അടുത്ത് ആദ്യം ഈ ഡാൻസ് കളിക്കണ്ടെന്നല്ലേ പറഞ്ഞേ? അങ്ങനല്ലേ പറഞ്ഞേ? ഈ ഡാൻസ് കളിക്കണ്ടെന്നല്ലേ പറഞ്ഞേ? ഈ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഇനി ഇയാളെ കുപ്പിയെ കിടന്നു. അതെ, ഈ ഡാൻസ് കളിക്കണ്ടെന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കണ്ട കേട്ടോ. നീ മാറി നീ ഈ ഡാൻസ് നീ കളിക്കണ്ട. ഈ ഡാൻസ് കളിച്ചിട്ട് നീ ഇവിടുന്ന് പോവില്ല കേട്ടോ. ഈ ഡാൻസ് കളിച്ചിട്ട് നീ ഇവിടുന്ന് പോവില്ല, ആണോ? ഈ ഡാൻസ് കളിച്ചിട്ട് നീ ഇവിടുന്ന് പോവില്ല. കുപ്പിയെ കിടത്തുള്ള പരിപാടി എന്നെ പൊന്നെ, കുപ്പിയൊക്കെ വെച്ച് ചെറുപ്പം ചെയ്താല് കളിക്ക്. ലാസ്റ്റ് പറഞ്ഞോണ്ട് അവനെ ലാസ്റ്റ് ഡാൻസ് കളിക്കും. ഏതെങ്കിലും പാട്ട് നിനക്ക് ഇഷ്ടമുള്ള കളിക്കും. കളിക്കട്ടെ, ഞങ്ങളെല്ലാം കൈയടിക്കാം.
ഹരോ ഹര ചില്ലം മറിയുടെ മുമ്പടി ഉട്ടി തട്ടിത്തരട വേണം യമാനമീരി സൂര്യൻ ചെഫളിക്കണ്ണുള്ളിത്തരാനേ വേൽമുരുക ഹര ഹര ഹോ ഹരായുധ ഹരോ ഹര. ഓക്കെ ആണോ? ഓക്കെ അത് മതി. ഓക്കെ ആണോ? ഓക്കെ ഈ ഡാൻസ് കളിച്ചിട്ട് ഇവിടുന്ന് പോകണോ? അത് മതി. പോയില്ലല്ലോ. പോയില്ലല്ലോ, അവനിവിടെ നിക്കുവല്ലേ, ഞങ്ങളാരും പോയില്ല. പേടിച്ചു പോയോ? ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു ഇത്. പുള്ളിക്ക് അറിയില്ലായിരുന്നു നമ്മള് ഇവരോട് മനുഷ്യനുണ്ട്, ബിരിയാണി വാങ്ങി കൊടുത്തോ? അല്ല, പുള്ളിക്ക് അറിയില്ലായിരുന്നു നമ്മൾ ഇവരോട് സ്ക്രിപ്റ്റഡ് മാത്രം പറഞ്ഞിട്ടാണ് പുള്ളിയെ പറ്റിച്ചത്. അപ്പൊ പുള്ളിയോട് ഈ വേദനിപ്പിച്ചുകൊണ്ട് ഒരു സോറി പറയാണ്. ബിരിയാണി വാങ്ങി കൊടുക്കും, ബിരിയാണി വാങ്ങി കൊടുക്കും. പുള്ളിക്ക് ഭയങ്കരമായിട്ട് വിഷമായി, അതുകൊണ്ട് ഒരു സോറി പറയാണ്. ഓക്കെ അല്ലേ? ബിരിയാണി വാങ്ങി കൊടുക്കുന്നവരെ അത് പുള്ളിക്ക് വേണമെങ്കിൽ ഒരു ബിരിയാണി വാങ്ങി കൊടുക്കാം. അപ്പൊ അതിന്റെ ബൈ.